അപ്പോൾ ഒരു ചിമിട്ട് പണി കിട്ടിയിരിക്കുകയാണ്. ടാറ്റയുടെ സർവീസ് എല്ലാവരും പറയും മോശമാണെന്ന്. മോശം തന്നെയാണ്. അതിനുള്ള ഏറ്റവും തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വണ്ടിയുടെ സെക്കൻഡ് സർവീസ് ഏകദേശം 8000 കിലോമീറ്റർ അടുത്തായപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിപ്പോൾ ഒരു 200 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് പ്രത്യേകം പറഞ്ഞ കേസ് അതിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ടയർ വെട്ടിത്തേക്കുന്നുണ്ട്. അതുകൊണ്ട് അലൈൻമെൻറ്റ് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അവർ കറക്റ്റ് ഫ്രണ്ട് വീൽ അലൈൻമെൻറ്റിന് 663 രൂപയും പിന്നെ വീൽ ബാലൻസിങ്ങിന് ഒരു 530 രൂപ എമൗണ്ട് എടുത്തു. പക്ഷേ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ രാത്രി ആവണമെന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ജസ്റ്റ് വണ്ടി ഒരു 200 കിലോമീറ്റർ ഏകദേശം ഓടിയപ്പോഴാണ് വീണ്ടും ഒരു ഡൗട്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേന്ന്. അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തെന്ന് അടുത്തൊരു കടയിൽ കൊണ്ട് നോക്കിയപ്പോഴത്തേക്കാണ് അവർ ഒറ്റ വക ചെയ്യിച്ചില്ല. ഫ്രണ്ട് ടയർ എങ്ങനെയാണോ വെട്ടിത്തേഞ്ഞാൽ അതേപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിന് അവിടെ പോയിട്ട് നോക്കാത്ത എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ ആ ഒരു അനുഭവത്തിൽ പറയണം, നിങ്ങളൊരു വണ്ടി സർവീസിന് കൊണ്ട് കൊടുത്താൽ അവിടെ നിന്ന് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചുണ്ടെന്ന് വ്യക്തമായി നോക്കുക. ഇല്ലെങ്കിൽ ഈ പണി എന്തെങ്കിലും കിട്ടും. അങ്ങനെ ഞാൻ ഇന്ന് പുറത്തൊരു കടയിൽ കൊണ്ട് ഇതിൻ്റെ ടയറൊക്കെ റൊട്ടേറ്റ് ചെയ്തെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഏകദേശം പുറത്ത് ചെയ്തപ്പോൾ 1500 രൂപ, വീൽ ബാലൻസിങ് റൊട്ടേഷനും എല്ലാം കൂടെ 1500 രൂപയായി. അപ്പം ഇത് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടിയും കൂടെ ആയതുകൊണ്ട് ഒരു ടയറിന് ഏകദേശം 6000 രൂപയ്ക്ക് മോഡൽ വില വരും. അതുകൊണ്ട് എല്ലാ 5000 കിലോമീറ്റർ ആവുമ്പോൾ വണ്ടിയുടെ അലൈൻമെൻറ്റ് കാർ ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചിമിട്ട് പണി കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു ഇത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയറാണ്. അപ്പോൾ ഇത് വെട്ടിത്തേണെങ്കിൽ കാണാൻ പറ്റും. ഈ തേയണ സാധനമാണ് അവർ മാറ്റിയെന്നും പറഞ്ഞ് ബില്ലൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ടയറിനെ ഒന്ന് തിരിച്ച് ബാക്കിലിട്ടിച്ച് ബാക്കിൽ ടയർ ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നിലവിൽ ഈ ഫ്രണ്ടിൽ ടയറാണ് ഇവിടെ ഇപ്പം അവർ ബാക്കിലിട്ടേക്കണത്. അപ്പോൾ ഇത് വരുമ്പോൾ ഈ ഗ്രിപ്പ് സത്യം പറഞ്ഞത് അകത്ത് കിടന്നാണ്. അവനിപ്പോൾ ടയറിനെ അവർ തിരിച്ചായിട്ടേക്കുന്നത്. ഇത് കണ്ടാൽ കറക്റ്റ് അറിയാം. ഇതിപ്പോൾ ഏകദേശം 8500 കിലോമീറ്റർ വണ്ടി ആയിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഇത് തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഇത് വെളിയിൽ നിന്ന് ഇപ്പോൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് കാര്യം അറിയാൻ പറ്റി. അപ്പം നിങ്ങൾ ഈ വണ്ടി എല്ലാ 5000 കിലോമീറ്ററും കറക്റ്റ് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ചിമിട്ട് പണി കിട്ടും. ഞാനിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബില്ല് വേണമെങ്കിൽ ഒന്ന് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ അതിൽ വീഡിയോയിൽ വച്ചേക്കാം സർവീസിൻ്റെ ബില്ല്. ഇതിപ്പോൾ നിലവിൽ അവർ ഇതിൽ നമുക്ക് ഈ പുറത്തുനിന്ന് ചെയ്തപ്പോഴത്തേക്ക് ഇതിൽ വന്ന വ്യത്യാസം ഇതിൽ ഒരു അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചേക്കാം, നിങ്ങൾ മനസ്സിലാവപ്പോഴും. അപ്പോൾ എന്തായാലും മറക്കാതെ ഈ വണ്ടിയാണ്, പണി കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവരും കറക്റ്റ് 5000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ സർവീസ് ചെയ്യണം കേട്ടോ.